Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാടായിപ്പാറയിൽ തീപിടുത്തം. മാടായി ഗവൺമെന്റ് ITIക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും വിദ്യാർത്ഥികളും ചേർന്ന് തീയണച്ചു. പഴയങ്ങാടിയിൽ അഗ്നിശമന നിലയം സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. വേനൽ കടുത്തതോടെ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവാകുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30 മാടായി ഗവൺമെന്റ് ITIക്ക് സമീപമുണ്ടായ തീപിടുത്തത്തിൽ മാടായിപ്പാറയിലെ വലിയൊരു പ്രദേശം തന്നെ അഗ്നിക്കിരയായി. മാടായി ITIക്ക് സമീപത്തെ ജനവാസ മേഖലയിലേക്കും തീ പടർന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ITIയിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പയ്യന്നൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും വിദ്യാർത്ഥികളും മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത്. സമീപത്ത് മരക്കമ്പനിയും ക്വാർട്ടേഴ്സുകളും ഉണ്ടായിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. മാടായിപ്പാറയുടെ സസ്യ ജന്തു വൈവിധ്യങ്ങൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. അപൂർവ ഇനം ചെടികളും ജീവജാലങ്ങളും കത്തിനശിച്ചു. വേനൽക്കാലം ആരംഭിച്ചതോടെ പാറപ്പുറത്ത് അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തം ഈ പരിസ്ഥിതിലോല പ്രദേശത്ത് ഇല്ലാതാക്കുമോ എന്ന ഭീതിയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. പഴയങ്ങാടിയിൽ അഗ്നിശമന നിലയം സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. നിലവിൽ പയ്യന്നൂരിൽ നിന്നാണ് ഇവിടേക്ക് അഗ്നിരക്ഷാസേന എത്തേണ്ടത്. ദൂരക്കൂടുതൽ കാരണം സേന എത്തുമ്പോഴേക്കും ഏക്കറുകളോളം ഭൂമി കത്തിനശിക്കുന്ന അവസ്ഥയാണ്. ഓരോ തവണ തീപിടുത്തമുണ്ടാകുമ്പോഴും പയ്യന്നൂരിൽ നിന്ന് വണ്ടി വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെന്നും മാടായിപ്പാറയുടെ സുരക്ഷയ്ക്ക് പഴയങ്ങാടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ അടിയന്തരമായി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ജനവാസ മേഖലയോട് ചേർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അധികൃതർ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാടിന്റെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചുവപ്പണിഞ്ഞ ലാവണ്യവും കരിനീല കണ്ണഴകും ഒപ്പം ലാസ്യ നടനവുമായി എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കണ്ണങ്ങാട്ട് ഭഗവതി അരങ്ങിലെത്തി. കൈവളകളും മാർമാലയും മറ്റ് ആടയാഭരണങ്ങളും ഉടലാകെ തിളങ്ങിയപ്പോൾ ദേവിയുടെ സാക്ഷാൽ ചൈതന്യമാണ് ഭക്തർക്ക് അനുഭവപ്പെട്ടത്. ഉത്തരമലബാറിലെ കാവുകളെയും തറവാടുമുറ്റങ്ങളെയും ഭക്തിസാന്ദ്രമാക്കുന്ന രൂപഭംഗി കൊണ്ട് കൺകുളിർപ്പിക്കുന്ന ലാവണ്യവതിയായ ദേവി കണ്ണങ്ങാട്ട് ഭഗവതി എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങിലെത്തി. കനൽ കണ്ണുകളിൽ കരുണയും ചുവന്ന പട്ടുടുപ്പിൽ ഗാംഭീര്യവും ചാലിച്ച് ഈ തെയ്യക്കോലം ആടുമ്പോൾ അത് വെറും ഒരു ചടങ്ങല്ല, മറിച്ച് ഒരു ദേശത്തിന്റെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സമന്വയമാണ്. സ്വർഗത്തിലെ കന്യോൽക്കന്യമാരുടെ കളിചിരികളിൽ നിന്നും മണ്ണിലെ മനുഷ്യന്റെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി വന്നവളാണ് കണ്ണങ്ങാട്ട് ഭഗവതി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും മുതിർന്ന കനൽക്കട്ടയിൽ നിന്നും പിറവിയെടുത്തവളാണ് ഈ ദേവിയെന്നും പുരാവൃത്തം പറയുന്നു. ഉദയപുരത്ത് ഭഗവതിക്കൊപ്പം ഭൂമിയുടെ പച്ചപ്പിലേക്ക് ഇറങ്ങി വന്ന ദേവി ഒടുവിൽ വിശ്വകർമാവ് തീർത്ത രത്നപീഠത്തിൽ
തന്റെ ചൈതന്യം കുടിയിരുത്തി. കഷ്ടതകൾ നീക്കാൻ കൈനിറയെ അനുഗ്രഹവുമായി ഇന്നും മർത്യജന്മങ്ങൾക്ക് കാവലായി ഉത്തര മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കൂടിക്കൊള്ളുന്നു. കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തെയ്യക്കോലം ഒരു ദൃശ്യവിരുന്നു തന്നെയാണ്. അലങ്കാരങ്ങളിലും ആടയാഭരണങ്ങളിലും അതീവ വൈദഗ്ധ്യം പ്രകടമാണ്. കടും ചുവപ്പ് നിറത്തിലുള്ള പട്ടുടുപ്പും അരപ്പട്ടയും ദേവിയുടെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു. കലാപരമായി നിർമ്മിച്ച വട്ടമുടിയാണ് ഭഗവതി അണിയുന്നത്. ഇതിലെ ചുവപ്പും സ്വർണ്ണനിറവും ചേർന്ന വിന്യാസം അതിമനോഹരമാണ്. പ്രാക്കെഴുത്ത് വിഭാഗത്തിൽപ്പെട്ട സങ്കീർണമായ മുഖത്തെഴുത്താണ് ഈ തെയ്യത്തിനുള്ളത്. ഭക്തിയും ലാവണ്യവും ഒരുപോലെ പ്രസരിക്കുന്നതാണ് ദേവിയുടെ നോട്ടം. ചെണ്ടയുടെ താളം മുറുകുമ്പോൾ പീഠത്തിൽ നിന്നും എഴുന്നേറ്റ് മന്ദം മന്ദം ചുവടുവെക്കുന്ന കണ്ണങ്ങാട്ട് ഭഗവതിയുടെ രൂപം ഏതൊരു വിശ്വാസിയുടെയും മനം നിറയ്ക്കും. ശാന്തതയും രൗദ്രതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഭാവമാണ് ദേവിയുടേത്. ഭക്തർ തന്റെ മുന്നിൽ സമർപ്പിക്കുന്ന സങ്കടങ്ങൾ കേട്ട് അവർക്ക് മഞ്ഞൾക്കുറിയും അനുഗ്രഹവും നൽകുമ്പോൾ ആ മുഖത്തെ കാരുണ്യം വിവരണാതീതമാണ്. മറ്റ് പല ഭഗവതി തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ആട്ടത്തിന് ഒരു പ്രത്യേക താളമുണ്ട്. പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന ആ മനോഹര നിമിഷങ്ങളിൽ കണ്ണങ്ങാട്ട് ഭഗവതി എന്നത് വെറുമൊരു വിശ്വാസമല്ല, അത് ലാവണ്യത്തിന്റെയും കരുണയുടെയും അനശ്വരമായ ഒരു കാവ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. വലിയ പറമ്പിലും തൃക്കരിപ്പൂരിലും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന സ്ഥിരം സമിതി തിരഞ്ഞെടുപ്പിൽ UDFന് അപ്രതീക്ഷിത തിരിച്ചടി. വലിയ പറമ്പിൽ UDF ചെയർമാനായ ധനകാര്യ സ്ഥിരം സമിതിയിൽ ഭൂരിപക്ഷം LDFന് ലഭിച്ചു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ധനകാര്യ സ്ഥിരം സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDFനെ വെട്ടിലാക്കുന്ന തരത്തിൽ വനിതാ സംവരണ സീറ്റിൽ LDF മത്സരിക്കാതിരുന്നത് ബുധനാഴ്ച നടന്ന ധനകാര്യ തിരഞ്ഞെടുപ്പിൽ LDFന്റെ 3 വനിതാ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായി. പഞ്ചായത്തിലെ ആകെയുള്ള 14 അംഗങ്ങളിൽ UDFന് 8 അംഗങ്ങളും LDFന് 6 അംഗങ്ങളുമാണുള്ളത്. വനിതാ സംവരണത്തിലേക്ക് LDF സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടതില്ല എന്ന LDF തീരുമാനം UDF മനസ്സിലാക്കിയത് വൈകിയാണ്. അപ്പോഴേക്കും വിവിധ സമിതികളിലേക്ക് UDF അംഗങ്ങളുടെ ധാരണ വരുത്തിയിരുന്നു. LDFൽ നിന്ന് ഒരു വനിതയെ ധനകാര്യ സമിതിയിൽ വിജയിപ്പിച്ചാൽ മറ്റ് 3 കമ്മിറ്റികളും അനായാസം ജയിച്ചു കയറാമെന്നായിരുന്നു UDF കണക്കുകൂട്ടൽ. എന്നാൽ 4 സമിതികളിലും വിജയിക്കാവുന്ന ഭൂരിപക്ഷം UDFന് ഉണ്ടായിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നത് LDFന്റെ തന്ത്രമായിരുന്നു. ഇതാണ് ബുധനാഴ്ച നടന്ന ധനകാര്യ സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ LDFന് അനുകൂലമാക്കിയത്. ഇത് UDFന് കനത്ത തിരിച്ചടിയായി. കോൺഗ്രസിലെ PP മനോജാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും. അതേസമയം LDFന് വെറും 3 അംഗങ്ങൾ മാത്രമുള്ള തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് ചൊവ്വാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ 20 അംഗങ്ങളുള്ള UDF പക്ഷത്തെ ഫായിസ് ബീരിച്ചേരിക്കൊപ്പം LDF അംഗം M രാമചന്ദ്രനും തിരഞ്ഞെടുക്കപ്പെട്ടത് തൃക്കരിപ്പൂരിലും UDFനും ക്ഷീണമായി. സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വാഴ്ച നടന്ന വിവിധ സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിലാണ് അപ്രതീക്ഷിത സംഭവങ്ങളുണ്ടായത്. വികസനകാര്യ സമിതിയിൽ ഒരംഗത്തെ ഉൾപ്പെടുത്തണമെന്ന LDF ആവശ്യം പരിഗണിക്കാത്തതിനാൽ വൈക്കത്ത് വാർഡിൽ നിന്നും വിജയിച്ച M രാമചന്ദ്രൻ വികസനകാര്യ സമിതിയിലേക്ക് മത്സരിക്കുകയായിരുന്നു. 6 അംഗങ്ങൾ മത്സരിച്ച വോട്ടെടുപ്പിൽ UDFലെ ഫായിസ് ബീരിച്ചേരിക്കൊപ്പം തിരഞ്ഞെടുപ്പിലെ 2ാം മുൻഗണന പ്രകാരം M രാമചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ആദ്യ അപേക്ഷകൻ എന്ന പരിഗണനയാണ് M രാമചന്ദ്രന് അനുകൂലമായത്. ഇതോടെ UDF പഞ്ചായത്ത് അംഗമായ ഉടുമ്പുന്തല ഈസ്റ്റ് വാർഡിലെ MK സക്കീന വികസന സ്ഥിരം സമിതിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓർമ്മയായി മാറി ചീമേനി IT പാർക്ക്. പദ്ധതി സ്ഥലവും പാഴാവുകയാണ്. പിന്നീട് ഇവിടെ പ്രഖ്യാപിച്ച വ്യവസായ പാർക്കും കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന IT പാർക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് സാക്ഷിയാകുകയാണ് ചീമേനി. IT പാർക്കിന് പകരമായി വരുമെന്ന് പറഞ്ഞ വ്യവസായ പാർക്കും കടലാസിൽ ഒതുങ്ങി. വർഷങ്ങൾ 15 കഴിഞ്ഞു.
ഇതേവരെയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും നടത്താത്തതിൽ നാട്ടുകാർ ദുഃഖിതരാണ്. കാരണം വളരെയധികം തൊഴിൽ സാധ്യതകളും അനുബന്ധ വികസനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഈ IT പാർക്ക് എത്രയും പെട്ടെന്ന് ചീമേനിയിൽ സ്ഥാപിക്കാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇവിടെ IT പാർക്ക് കൊണ്ടുവന്നത്. ജില്ലയുടെ തന്നെ സമഗ്ര വികസനം മുന്നിൽ കണ്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഇതിനായി ചീമേനി കാങ്കോൽ റോഡിന് സമീപത്തായി 125 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലായിരുന്ന സ്ഥലമാണ് ഇതിനായി ഏറ്റെടുത്തത്. ചുറ്റുമതിൽ കെട്ടാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു. ഇതിനിടെ പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടെ പാർക്കിന്റെ നിർമ്മാണവും നിലച്ചു. പിന്നീട് വീണ്ടും LDF സർക്കാർ 2 പ്രാവശ്യം അധികാരത്തിൽ വന്നു. ആദ്യ LDF സർക്കാരിന്റെ കാലത്തു തന്നെ IT പാർക്കിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് വ്യവസായ പാർക്ക് വരുമെന്ന പ്രഖ്യാപനവും വന്നു. പക്ഷേ പദ്ധതികളൊക്കെ കടലാസിൽ തന്നെ കിടക്കുകയാണെന്നു മാത്രം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ചെറുതാഴം, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തുകളിലെ കർമ്മസമിതിക്കുള്ള പരിശീലന പരിപാടി നടന്നു. M. വിജിൻ MLA പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവകേരളം ഘട്ടം ഘട്ടമായി എന്ന ആശയത്തിലൂന്നി 25 വർഷങ്ങൾക്കപ്പുറമുള്ള കേരളം എന്ന സ്വപ്നം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 5 ഗവൺമെന്റ് സ്കൂളുകളിൽ 4 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുഞ്ഞിമംഗലം സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ആദ്യവാരത്തിലുണ്ടാകും. ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിനെ 4.75 കോടി രൂപ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും MLA പറഞ്ഞു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ അധ്യക്ഷനായി. നവകേരളം ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുക, ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ പഠിക്കുക, വികസന ക്ഷേമ പരിപാടികൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതയ്ക്കനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുക, പുതിയ തൊഴിലവസരങ്ങൾ, വികസന പദ്ധതികൾ എന്നിവയിൽ ജനകീയ അഭിപ്രായം രൂപീകരിക്കുക എന്നിവയാണ് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടിയുടെ ലക്ഷ്യങ്ങൾ. വീടുകൾ, തൊഴിൽശാലകൾ, കൃഷിയിടങ്ങൾ, ഫ്ളാറ്റുകൾ, ഉന്നതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലകൾ, പൊതു ഇടങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും കർമ്മസേനാംഗങ്ങൾ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ ശേഖരിക്കും. ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ NCB, കല്യാശ്ശേരി മണ്ഡലം ചാർജ് ഓഫീസർ ഡോക്ടർ ഷഹീൻ മുഹമ്മദ്, RP മാരായ TK ദിവാകരൻ, C സത്യാനന്ദൻ, VV ബാലകൃഷ്ണൻ, സഫ്വാൻ ഷാൻ, ശിഷിത, V രാജൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി. ഭഗവാന്റെ ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവം സമാപിച്ചത്. സമാപന ദിവസമായ ഇന്ന് ആറാട്ട് സദ്യയും ഒരുക്കിയിരുന്നു. വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ശിവക്ഷേത്രമായ മാടായി വടുകുന്ന ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം വിപുലമായ രീതിയിലാണ് കൊണ്ടാടിയത്. വിവിധ ദിവസങ്ങളിലായി കാഴ്ചശീവേലി, തിടമ്പ് നൃത്തം, അഷ്ടപതി, പഞ്ചവാദ്യം, ശ്രീഭൂതബലി, പറവെപ്പ്, നാഗപൂജ, ഉത്സവബലി തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായി. ഒപ്പം തൃശൂർ നക്ഷത്ര പരിഞ്ജനത്തിന്റെ കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള മറ്റു കലാപരിപാടികളും അരങ്ങേറി. ഭഗവാന്റെ ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. രാവിലെ വടുകുന്ത തടാകത്തിൽ ആറാട്ട് നടന്നു. ആറാട്ടിനു ശേഷം തിരിച്ചെഴുന്നള്ളത്തും കൊടിയിറക്കലും നടന്നു. ചടങ്ങിന് നിരവധി ഭക്തജനങ്ങൾ സാക്ഷിയായി. ഭഗവാന്റെ ആറാട്ടെഴുന്നള്ളത്തോടെയാണ് ഉത്സവം സമാപിച്ചത്. സമാപന ദിവസം ആറാട്ട് സദ്യയും ഒരുക്കിയിരുന്നു. ഇത്തവണ മികച്ച രീതിയിൽ തന്നെ ഉത്സവം കൊണ്ടാടാൻ സാധിച്ചെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാസ്മരീക നൃത്തച്ചുവടുകളുമായി ആസ്വാദകരുടെ മനസ്സു കീഴടക്കി തൃശൂർ നക്ഷത്രയുടെ വീരനാട്യം കൈകൊട്ടിക്കളി. മാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായാണ് കൈകൊട്ടിക്കളി അരങ്ങേറിയത്. തൃശൂർ നക്ഷത്രയുടെ കൈകൊട്ടിക്കളി സംഘം മാടായിയിൽ വേദി കീഴടക്കുകയായിരുന്നു. കാണികളുടെ കണ്ണുകൾ നൃത്തത്തിലേക്ക് ആഴ്ന്നിറങ്ങി. കലയുടെ വിജയഘോഷമായി ഇവരുടെ നൃത്താവതരണം മാറുകയായിരുന്നു. ഏറെ ആരാധകരുള്ള തൃശൂർ നക്ഷത്രയുടെ കൈകൊട്ടിക്കളി എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ആസ്വദിപ്പിച്ചു. പരമ്പരാഗത വേഷവിധാനങ്ങളും താളബദ്ധമായ ചുവടുവയ്പ്പുകളും ചേർന്നപ്പോൾ ഉത്സവവേദി പൂർണ്ണമായും കലയുടെ കൂടി ഉത്സവമായി.
ജാനകി ഉൾപ്പെടെയുള്ള കലാകാരികളാണ് കൈകൊട്ടിക്കളിക്ക് നേതൃത്വം നൽകുന്നത്. കണ്ണൂരുകാർ അടിപൊളിയാണെന്നാണ് നക്ഷത്ര ടീം പറയുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റേജാണ് ഇപ്പൊ നക്ഷത്രയുടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ വൈറലായത് കണ്ടുപോ ശ്രീദേവൻ എന്നുള്ള പാട്ടിലൂടെയാണ് നക്ഷത്ര വൈറലായത്. ജാനകിയെ ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചത്. നക്ഷത്ര വെറും തുടക്കത്തിൽ ഒരു 2000 രൂപയുടെ കളി തുടങ്ങിയെടുത്ത ആളുകളാണ്. ഇന്നിപ്പോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ ഫ്ലവേഴ്സിൽ 2 തവണ പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ സിനിമാ താരമായി ബിബിൻ ജോർജ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു ശുക്രൻ ഫിലിമിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ നക്ഷത്രയ്ക്ക് ഇനിയും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ഗൾഫ് പ്രോഗ്രാം കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി വന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് അതൊരു സമയം കൃത്യമായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വീണ്ടും അവിടേക്ക് പോകുന്നതായിരിക്കും. മികച്ച പ്രോത്സാഹനമാണ് ഇവിടെ നിന്നും ലഭിച്ചതെന്നും അവസരം ലഭിച്ചാൽ വീണ്ടും വരുമെന്നും ഈ കലാകാരികൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ബ്രാഞ്ച് സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PV ഖദീജ അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് MV അനുശോചന പ്രമേയവും ഷൈജുരാജ് PR രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. രാജേഷ് K പ്രവർത്തന റിപ്പോർട്ടും രാജേഷ് കുമാർ V സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക, വാട്ടർ അതോറിറ്റിയുടെ സ്വത്തുവകകൾ സംരക്ഷിക്കുക, അതോറിറ്റിയുടെ പ്രവർത്തനത്തിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സുധീർ K, MV തമ്പാൻ, K ബിജു, M രാജു, NV അനിൽകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർദ്ധക്യത്തിലെ ഏകാന്തത ഒഴിവാക്കാൻ ഒരു കൂട്ടം ആളുകൾ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ഒത്തുചേരുന്നു. 2-3 മണിക്കൂർ പരസ്പരം സംസാരിച്ച് തങ്ങളുടെ ജീവിത വിരസത മറക്കുകയാണിവർ. ജീവിത സായാഹ്നത്തിലെ ഏകാന്തത ഒഴിവാക്കാൻ ഒരു കൂട്ടം ആൾക്കാർ എല്ലാ ദിവസവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എത്തുന്നു. ഇവർക്ക് ഇതുവഴി മാനസിക പിരിമുറുക്കം വലിയ തോതിൽ കുറയുന്നതായി ഇവർ പറയുന്നു. ഇവരിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒത്തുചേരാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഇവരിൽ കൂലിപ്പണി ചെയ്തിരുന്നവർ, വിമുക്ത ഭടന്മാർ, കച്ചവടം ചെയ്തിരുന്നവർ, ബസ് മുതലാളിമാരായിരുന്നവർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നവർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരുണ്ട്. രാഷ്ട്രീയം മുതൽ വീട്ടുകാരും വരെ ഇവർ ചർച്ച ചെയ്യുന്നു. PK നാരായണൻ, ജമാൽ, ജോർജ് V തുടങ്ങിയവരാണ് ഈ കൂട്ടായ്മയുടെ അമരക്കാർ. ജീവിത സായാഹ്നത്തിലെ ഏകാന്തത ഏറെ ക്രൂരമാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കൊരു മാനസിക ഉല്ലാസം ലഭിക്കുന്നു. അതിന് പുറമെ വിവിധ പ്രായത്തിലുള്ള ശ്രേണിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധപ്പെടാനും അവരുടെ അനുഭവങ്ങൾ പങ്കിടാനും അവരുടെ പഴയകാല കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മാനസിക ഉല്ലാസം നേടുക എന്നുള്ളതാണ് ഈ ഗാന്ധി വിതാനിൽ 1-2 മണിക്കൂർ ഇരുന്ന് തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് ഒത്തുചേരലിൽ കൂടി ഈ ഏകാന്തതയിൽ നിന്നും ചെറിയൊരു മോചനം ലഭിക്കുന്നതായി ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറിയ തമ്പുരാട്ടിയുടെ കല്യാണപ്പന്തൽ ഒരുക്കി ബാല്യക്കാർ. ജനുവരി 9 മുതൽ 12 വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കല്യാണപ്പന്തൽ ഒരുക്കുന്നത്. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ചെറിയ തമ്പുരാട്ടിയുടെ കല്യാണപ്പന്തൽ ബാല്യക്കാർ ഒരുക്കി. 2026 ജനുവരി 9 മുതൽ 12 വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കല്യാണപ്പന്തൽ ഒരുക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി 9 കണ്ടോത്ത് തെക്കുഭാഗം ഡെക്കറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി 8 മണിക്ക് സിനിമാ പിന്നണി ഗായിക അശ്വതി രമേശ് നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും ജനുവരി 10 കോറം കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി 8 മണിക്ക് ഗാന്ധാര ഗുരുവായൂർ ഒരുക്കുന്ന ഏറ്റവും പുതിയ നാടകം BC 321 മഗധ ജനുവരി 11 രാത്രി 8 മണിക്ക് കണ്ടോത്ത് സ്കൂൾ പരിസരത്ത് നിന്നും പുറപ്പെടുന്ന കണ്ടോത്ത് വടക്കുഭാഗം കാഴ്ച, 9 മണിക്ക് കോറം മൂക്കോത്തടത്ത് നിന്നും പുറപ്പെടുന്ന കോറം കാഴ്ച കമ്മിറ്റിയുടെയും 10 മണിക്ക് ചിറ്റാരിക്കൊവലിൽ നിന്നും പുറപ്പെടുന്ന തെക്കുഭാഗം കാഴ്ച കമ്മിറ്റിയുടെയും വർണ്ണശബളവും നയനമനോഹരമായ തിരുമുൽ കാഴ്ചകൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. ജനുവരി 12 രാവിലെ 6 മണിക്ക് പൂലിൻ കീഴിൽ ദൈവത്തിന്റെയും വൈകുന്നേരം 5 മണി മുതൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉഗ്രമൂർത്തികളായ പുള്ളിക്കരിങ്കാളി, പുലിയൂർക്കാളി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി തുടങ്ങി തെയ്യക്കോലങ്ങളുടെ പുറപ്പാടുമുണ്ടായിരിക്കും.
രാത്രി 11 മണിയോടെ ദൈവക്കോലങ്ങളുടെ ആറാടിക്കലോടെ കളിയാട്ടം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുരുന്നുകൾക്ക് ഏറെ ഇഷ്ടമുള്ള പാവകൾ കഥാപാത്രങ്ങളായി അവരുടെ മുന്നിലെത്തി. ഉദിനൂർ തെക്കുപുറം മാതൃക അങ്കണവാടിയിലെ കുട്ടികളുമായാണ് പാവനാടകത്തിലൂടെയും പാട്ടിലൂടെയും കഥകൾ പറഞ്ഞും സംവദിച്ചത്. കർട്ടനു പിന്നിൽ ഇളകിയാടിയ പാവകൾ വ്യക്തിശുചിത്വത്തിന്റെയും പരിസര ശുചിത്വത്തിന്റെയും പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തി. പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ തെക്കുപുറം മാതൃക അങ്കണവാടിയിലെ കുട്ടികളുമായി പാവനാടകത്തിലൂടെ പാട്ടിലൂടെയും കഥകളും പറഞ്ഞ് സംവദിച്ചു. ആഹാരം, ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പുതുവത്സരത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആകർഷകമായ പാവനാടകം അവതരിപ്പിച്ചത്. റിട്ടയർഡ് പ്രധാനാധ്യാപകനായ പ്രമോദ് അടുത്തലയാണ് അങ്കണവാടി കുരുന്നുകളോട് ചോദ്യം ചോദിച്ചും കഥാപാത്രങ്ങളെ കാണിച്ചും ചലിക്കുന്ന പാവകളെ കാട്ടിക്കൊടുത്തത്. അങ്കണവാടി വർക്കർ KV ശൈലജ, ഹെൽപ്പർ K മിനിത, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ AG കമറുദ്ദീൻ, N മൊയ്തു, PR അനു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവും CITU സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന C കണ്ണന് ശില്പം ഒരുക്കുന്നു. ശില്പി ഉണ്ണീക്കാനായിയുടെ പണിപ്പുരയിലാണ് ശില്പം ഒരുങ്ങുന്നത്. കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് നേതാവും CITU സംസ്ഥാന പ്രസിഡന്റുമായ C കണ്ണന് ശില്പമൊരുക്കുന്നു. ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലാണ് ശില്പമൊരുങ്ങുന്നത്. 10 അടി ഉയരമുള്ള കളിമൺ ശില്പം ഫുൾ കൈ ഷർട്ട് മടക്കി കയറ്റി മുണ്ടൊടുത്ത് കൈ മുന്നോട്ട് നീട്ടി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന രീതിയിലാണ് ശില്പമൊരുക്കിയത്. കളിമൺ ശില്പം വിലയിരുത്താൻ CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, PV കുഞ്ഞപ്പൻ, M മോഹനൻ, റിഗേഷ് കൊയിലി, പയ്യന്നൂർ CPM ഏരിയ കമ്മിറ്റി മെമ്പർ P ഗംഗാധരൻ, VV ഗിരീഷ്, കൗൺസിലർ P സുരേഷ് തുടങ്ങിയവരും എത്തി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഒരുക്കിയ 3 സെന്റ് സ്ഥലത്താണ് ശില്പം സ്ഥാപിക്കുക. ഫെബ്രുവരി ആദ്യവാരം ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. സുരേഷ് അമ്മാനപ്പറ, വിനേഷ് കൊയക്കേൽ, ഷൈജിത്ത് കുഞ്ഞിമംഗലം, ബാലൻ പാച്ചേനി, അഭിജിത്ത് TK, അർജുൻ കാനായി തുടങ്ങിയവർ സഹായികളായി ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ വരവറിയിച്ച് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. പയ്യന്നൂർ ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി 2026 ആഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ വഴി ക്ലബ്ബ് പരിസരത്ത് സമാപിച്ചു. മുത്തുക്കുടകളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇടംപിരി വലംപിരി. ഔഷധങ്ങൾക്കു മാത്രമല്ല, പഴയകാലത്ത് നിത്യജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഈ ചെറുസസ്യം ഉപയോഗിച്ചിരുന്നു. നമുക്ക് ചുറ്റും നാം അറിയാതെ പോകുന്ന അനേകം ഔഷധ സസ്യങ്ങളുണ്ട്. അവയെ മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഇടംപിരി വലംപിരി എന്ന ചെറുസസ്യം അത്തരത്തിലുള്ള ഒന്നാണ്. ബിരിയാണിയിലെ പിരി പോലെയുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇംഗ്ലീഷിൽ ഈസ്റ്റ് ഇന്ത്യൻ സ്ക്രൂ ട്രീ എന്നും അറിയപ്പെടുന്നു. പഴയ കാലങ്ങളിൽ ഇതിൻ്റെ തൊലി കൊണ്ടാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് കയറ്, കിണറിലെ വെള്ളമെടുക്കാനുള്ള കയറും അതേമാതിരി കന്നുകാലികളെ കെട്ടാനുള്ള കയറും ഉണ്ടാക്കിയിരുന്നത്. ഈ കൂടാതെ നെൽപ്പൊതി കെട്ടുന്നതും ഇതുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ദുർലഭമായി കാണാനുള്ളൂ. വനം പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നതാണ്. ഇപ്പോൾ വംശനാശം നേരിടുന്ന ഒരു ചെടിയാണിത്. ഇത് ഒരു കുറ്റിച്ചെടിയാണ്. സ്റ്റെർക്കുലിയേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഹെലിക്ടെറസ് എന്നാണ്. പഴയകാലത്ത് വിത്ത് പൊതികെട്ടാനും കിണറിൽ വെള്ളം കോരാനുള്ള കയറായും മറ്റും ഉപയോഗിച്ചിരുന്നു. പൂക്കൾ ഒറ്റയ്ക്കോ കൂട്ടമായോ ഉണ്ടാകുന്നു. ചുവപ്പ് നിറമാണ്. ജീവകം, ഇടവകം എന്നീ ഔഷധങ്ങൾ കിട്ടാതെ വരുമ്പോൾ ചവനപ്രാശം ഉണ്ടാക്കാനുള്ള കഷായത്തിൽ ഇടംപിരി വലംപിരിയുടെ ഫലം ചേർക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.